നാട്ടുകാർക്ക് വരെ ഓല് പറയുന്നുണ്ടത്. എന്നാലും ആ ഗായകൻ വന്നാൽ നമ്മുടെ ഹിജാബി കുട്ടികളെത്തിയിട്ട് സ്റ്റേജിൽ അവർ ചാടും, കൂടെ നിന്നിട്ട് സെൽഫി എടുക്കും. യാ അല്ലാ, അവർക്കറിയാം ഇവർ ചെയ്യുന്നത് എൻ്റെ ദീനിൻ്റെ ആശയവുമായി പൊരുത്തപ്പെടാത്ത. നിങ്ങളവരെ എതിർക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ എതിർക്കാൻ പോകുന്നു വേണം. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എൻ്റെ വിശ്വാസത്തിനോ എൻ്റെ ആദർശത്തിനോ എൻ്റെ ദീനിനോ നിരക്കാത്തത് ഒരു മനുഷ്യൻ പ്രൊമോട്ട് ചെയ്യുന്നു. ആളെ എങ്ങനെ ജീവിച്ചോട്ടെ. പക്ഷെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ചില ചിഹ്നങ്ങൾ, ചില ടാറ്റൂകൾ, ചില ഓർണമെൻറ്റ്സുകൾ, ഇതൊക്കെ അണിയുന്നത് ഒരു സംസ്കാരം പ്രസൻറ്റ് ചെയ്യാണ്. അത് പറ്റുന്നവരെടുത്തോട്ടെ. പറ്റുന്ന എത്ര ആൾക്കാരുണ്ട് ഇവിടെ, അവരെടുത്തോട്ടെ. ഈമാനുള്ള കുട്ടികളോട് പറയാ, നമുക്ക് നമ്മുടെ റസൂൽ അത് വേണ്ടാന്ന് പറഞ്ഞതാ, എനിക്ക് വേണ്ട. അത്ര പറഞ്ഞൂടെ? നല്ല ഭക്ഷണമാണ്, എനിക്ക് വേണ്ട, നിങ്ങൾ തിന്നോളൂ. ആ എനിക്ക് വേണ്ട എന്ന് പറയാൻ കഴിയാത്ത വിധം നമ്മുടെ മനസ്സുകളെ മാസ്മറൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. അതൊരു മൂല്യച്യുതിയുടെ ഭീകരമായ ചില സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുവിനോട് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികൾ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ്, അതിശക്തമായി സ്നേഹിക്കുന്നവരാണ്. അങ്ങനെ പറഞ്ഞ അതിശക്തമായി സ്നേഹിക്കുന്നവരാണ്. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അനുഗ്രഹങ്ങളെല്ലാം തേന്മഴയായി നമ്മുടെ തലയിലേക്ക്, ദേഹത്തിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ നമ്മൾ അറിയാതെ എത്ര പ്രയാസമുണ്ടെങ്കിലും അതിനിപ്പുറത്ത് ആയിരക്കണക്കിന് നിഅമത്ത് അല്ലാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു നിഅമത്ത് പോകുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും, പക്ഷേ അത് വലിയ നിഅമത്തായിരുന്നല്ലോ. യാ അല്ലാഹ്, ഓരോന്നും വലുതല്ലേ. എൻ്റെ ഈ വിരലിന് ഒരു ചെറിയൊരു ഗ്ലാസ് തട്ടിയിട്ട് ചെറിയൊരു മുറി പറ്റി, 2 ദിവസം മുമ്പ് മാറിയിട്ടുണ്ട്. ചെറിയ ബാൻഡേജൊക്കെ വെച്ചിങ്ങനെ, പടച്ച റബ്ബേ, ഞാൻ ചോറ് വയ്ക്കുമ്പോൾ ഈ ബാൻഡേജ് കൊണ്ട് ചോറ് വഴക്കാൻ പറ്റൂലല്ലോ. ഞാൻ അപ്പോൾ സ്പൂൺ കൊണ്ട് കഴിക്കാൻ തുടങ്ങി. പടച്ച റബ്ബേ, ഒരു വിരൽ മുറിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ സാബികളെ കൈയൊക്കെ മുറിഞ്ഞതാ, നമ്മളിപ്പോൾ ഒരു കട്ടായിട്ടേ ഉള്ളൂ. പക്ഷേ നമുക്കൊരു ചെറിയൊരു അസ്വസ്ഥത, എഴുതാൻ പറ്റുന്നില്ല, കീബോർഡ് ടൈപ്പ് ചെയ്യാൻ, കമ്പ്യൂട്ടർ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, 2 വിരലുകൊണ്ടൊക്കെ നീക്കേണ്ടതോ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുക, റബ്ബേ, എത്ര ചെറിയൊരു കാര്യത്തിൽ നമുക്ക് പരീക്ഷണം വന്നാൽ അതൊരു പ്രയാസം തന്നെയാണ്. ഇപ്പോൾ വലുത് ആലോചിച്ച് നോക്കി നിങ്ങൾ, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നവർ, അള്ളാഹു അവർക്ക് സലാമത്ത് നൽകട്ടെ, അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ, അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. എല്ലാം നമ്മൾ മറക്കും, എല്ലാ പരാതിയും തീരും നമ്മുടെ ശരീരത്തിനൊരു അസുഖം വന്നാൽ. നമ്മളപ്പം പറയും പൊരല്ലായിരുന്നു. നമ്മൾ മലയാളികളുടെ പ്രശ്നം എന്താ അറിയോ? നമ്മൾ സന്തോഷം എന്നുള്ള സാധനം വരാനുള്ള സാധനം എന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ അതൊന്നും കിട്ടൂല. പൊരപ്പണി കഴിഞ്ഞാൽ സന്തോഷം വരും, കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞാൽ സന്തോഷം വരുന്ന വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു കുട്ടിക്ക് ഓക്കൊരു കുട്ടിയാവട്ടെ, കുട്ടിയാവാതിരുന്നാലും വലിയ ടെൻഷനല്ലേ, കുട്ടിയായിട്ട് എനിക്ക് സന്തോഷം വരും. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ സെക്കൻഡ് അള്ളാഹു തന്ന നിഅമത്ത് എത്രയാണെന്ന് നമുക്ക് അറിയാറില്ല പലർക്കും. നമ്മൾ വിചാരിക്കും അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരാൻ പോണത്. നമ്മുടെ ഈ നിമിഷം എത്ര വലിയ നിഅമത്തിലാണ് നമ്മൾ നിൽക്കുക. എത്ര അസുഖം നമുക്കുണ്ടായിരിക്കും, എന്നാലും എത്ര നിഅമത്ത് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ നാവ് കൊണ്ട് പറയാൻ കഴിയുന്നുണ്ടോ? അതുകൊണ്ടാണ് പ്രാർത്ഥനകളിൽ ഏറ്റവും വലിയ പ്രാർത്ഥനയുണ്ട്. ഇസ്തിഗ്ഫാറുകളുടെ നേതാവെന്ന് പറയുന്ന ഒരു മനുഷ്യനത് രാവിൽ ചൊല്ലിയാൽ ആ രാവിൻ്റെ അന്ത്യയാമങ്ങളിൽ മരണപ്പെട്ടാൽ പോലും അയാൾക്ക് സ്വർഗമാണെന്നും, പകലിൽ ചൊല്ലിയാൽ ആ പകലിൻ്റെ 2 പരിധികൾക്കിടയിൽ വെച്ച് എപ്പോൾ മരിച്ചാലും അവർക്ക് സ്വർഗം നിർബന്ധമാണെന്ന് നിബിധങ്ങൾ പറഞ്ഞ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് തുടങ്ങുന്ന ഇസ്തിഗ്ഫാറിൻ്റെ അവസാന ഭാഗം, അബൂഉ ലക ബിനിഅമതിക അലയ്യ, പടച്ചവനെ നീ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ സമ്മതിച്ചു റബ്ബേ, ഞാൻ അംഗീകരിച്ചു റബ്ബേ. അബൂഉ ലക ബിനിഅമതിക അലയ്യ ഉഖിറു ലക, അതിനർത്ഥമതാ, ഞാൻ റബ്ബേ നിനക്ക് സമ്മതിച്ചു തരുന്നു പടച്ചവനെ, ഞാൻ സമ്മതിച്ചു. എല്ലാ അനുഗ്രഹങ്ങളും നീ എനിക്ക് തന്നതാണ്, എല്ലാം നീ എനിക്ക് തന്നതാണ്.
വഅബൂഉ ബിദംബി. ആ അനുഗ്രഹങ്ങൾക്കെല്ലാം പകരം ഞാൻ ചെയ്ത തെറ്റുകളാണ് റബ്ബേ പകരം നിനക്ക് തിരിച്ചു തന്നത്, അതും ഞാൻ സമ്മതിക്കുന്നു റബ്ബേ. ഫഗ്ഫിർലി, എന്നാലും എനിക്ക് മാപ്പ് നൽകണേ. ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അൻത, പാപങ്ങൾ പുറത്തു തരാൻ നിനക്കല്ലാതെ മറ്റാർക്കും കഴിയില്ലല്ലോ റബ്ബേ. നീ തന്ന അനുഗ്രഹങ്ങളെല്ലാം സമ്മതിക്കുന്നു റബ്ബേ, ഞാൻ ചെയ്തു പോയ തെറ്റുകളും സമ്മതിക്കുന്നു റബ്ബേ. നീ തന്ന നിഅമത്തുകൾക്ക് പകരം എനിക്ക് തരാൻ പറ്റിയത് നന്ദികേടാണ് റബ്ബേ, എന്നാലും എനിക്ക് മാപ്പുതാ. സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ അവസാന ഭാഗം അതാ. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ആ കാരുണ്യവാനോടല്ലാതെ ആരോടാണ് ഏറ്റവും വലിയ സ്നേഹം നമ്മൾ വെച്ച് പുലർത്തേണ്ടത്? ജീവിതവും മരണവും അല്ലാഹുവിൻ്റെ കയ്യിലാണ്, നിങ്ങളുടെ മുതലാളിയുടെ കയ്യിലല്ല. ജീവിതവും മരണവും റബ്ബിൻ്റെ കയ്യിലാണ്, നിങ്ങളുടെ എംപ്ലോയറുടെ കയ്യിലല്ല. നിങ്ങളുടെ നേതാവിൻ്റെ കയ്യിലുമല്ല ജീവൻ കിടക്കുന്നത്, മരണം കിടക്കുന്നത്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. മരണം നിർവഹിക്കുന്നത് അല്ലാഹുവാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഒരനുഭവമുണ്ടായി. ഒരു ചരിത്രം ഇങ്ങനെയാണ്. കിസ്റ രാജാവിൻ്റെ 2 പോലീസുകാർ മദീനയിൽ വന്നു. കിസ്റയിൽ വരണമെങ്കിൽ അവര് ഷിറാസിൽ നിന്ന് അല്ലെങ്കിൽ തെഹ്റാനിൽ നിന്ന് അസ്ഫഹാനിൽ നിന്ന് കരമാർഗം സിറിയ വഴി, ഇറാഖ് വഴി, കുവൈത്ത് വഴി സൗദി അറേബ്യയിലേക്ക് വരണം. ഇന്നത്തെ ബോർഡർ പ്രകാരം മദീന വരെ വന്നു. എത്ര കിലോമീറ്റർ ഉണ്ടാവും അറിയോ? ഒരു 3000 കിലോമീറ്റർ മിനിമം ഉണ്ടാവും. റൗണ്ട് അടിച്ച് സി ഷേപ്പില്ല, ഫ്ലൈറ്റ് ഇങ്ങനെ പോവും, ഇവർക്ക് ഇങ്ങനെ വരാൻ പറ്റും. 2 പേരും വന്നു. എന്തിനാ ഏൽപ്പിച്ചെന്നറിയോ? കിസ്റ രാജാവ് കിസ്റ ഇബ്നു ഹുർമുസ് അയാൾ പറഞ്ഞു, മദീനയിൽ പ്രത്യക്ഷപ്പെട്ട ആ പ്രവാചകനെ നിങ്ങൾ 2 പേരും വധിച്ചു കളഞ്ഞിട്ട് ആ പ്രവാചകന്റെ ശരീരത്തിലെ മാംസം എടുത്തിട്ട് ആ തൊലിയിൽ മുഴുവൻ നിങ്ങൾ വൈക്കോല് നിറച്ച് തുന്നിപ്പിടിപ്പിച്ച് എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരണമെന്ന്. നോക്കണം, ഇതൊക്കെ പറയുന്നത് മനുഷ്യനാണ്, ആലോചിക്കണം. ഹബീബിനെ വധിച്ചു കളഞ്ഞോട് ഇട്ട് പോരാനല്ല, മാംസവും എല്ലൊക്കെ നീക്കിയിട്ട് നിങ്ങൾ വൈക്കോല് നിറച്ചിട്ട് തുന്നിപ്പിടിപ്പിച്ച് എൻ്റെ മുമ്പിലേക്ക് കൊണ്ടു. ഈ 3000 കിലോമീറ്റർ തോളിലേറ്റ് കൊണ്ടുപോകണം. അതിന് 2 ഉദ്യോഗസ്ഥന്മാർ മദീനയിൽ വന്നു. അപ്പം ഹബീബിനെ കണ്ടപ്പോൾ അവർക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല. ആ പ്രകാശം അങ്ങോട്ട് കണ്ടപ്പോൾ അവർ 2 പേരും ഇങ്ങനെ നിന്നു. എന്താ ചെയ്യേണ്ടത്? ഈ മഹാനെയാണോ നമ്മൾ കൊല്ലേണ്ടത്? അപ്പം തങ്ങൾ ചോദിച്ചു, മൻ അർസലകുമാ, ആരാ നിങ്ങളെ പറഞ്ഞയച്ചത് എന്ന് ചോദിച്ചു. കിസ്റ. ഖതലഹു ഇബ്നുഹു അൽ ബാരിഹ, ഇന്നലെ രാത്രി അയാളുടെ മകൻ അയാളെ കൊല ചെയ്തിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി, ഞങ്ങൾ പോന്നിട്ട് മാസങ്ങളായില്ലേ. ഇന്നലെ രാത്രി നിങ്ങളെ പറഞ്ഞയച്ച ഈ രാജാവിനെ സ്വന്തം മകൻ കൊലപ്പെടുത്തിയിരിക്കുന്നു. തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ മനുഷ്യൻ പറഞ്ഞയച്ചിട്ടല്ലേ എന്നാ ശരിയെന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിയത്? സ്വന്തം ശരീരത്തിന് മരണവും ജീവിതവും നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ പച്ചപ്പാവ മനുഷ്യൻ്റെ അടിമയായിട്ടാണോ നിങ്ങൾ ജീവിക്കേണ്ടത്? അതല്ല ജീവൻ തന്ന അള്ളാഹുവിൻ്റെ അടിമയായിട്ടാണോ? നാട്ടിൽ ചെന്ന് നോക്കും, പിന്നെ രാജാവില്ല, മകൻ കൊന്നിട്ടുണ്ട് വാപ്പേ. ആ വിവരം മദീനയിൽ ഹബീബിന് കിട്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങോട്ട് ആ മനുഷ്യൻ പറഞ്ഞത് കേട്ട് വന്നതാണല്ലേ. തങ്ങൾ ചോദിച്ചില്ല കേട്ടോ, തങ്ങൾ ഇത്രേ പറഞ്ഞുള്ളൂ. അതിൻ്റെ ആശയം അതാണ്. നിങ്ങളെ പറഞ്ഞയച്ച കിസ്റയെ ഖതലഹു ഇബ്നുഹു അൽ ബാരിഹ, ഇന്നലെ രാത്രി മകൻ ആ വാപ്പയെ കൊന്നു കഴിഞ്ഞു. അങ്ങനെയാ സംഭവിച്ചത്. മസ്സഖല്ലാഹു മുൽഖഹു, പുണ്യനബി തങ്ങൾ ഇസ്ലാമിലേക്ക് വരാൻ പറ്റുമോ? നിങ്ങളുടെ നാട്, നിങ്ങൾ തീയിനെ ആരാധിക്കല്ലേ. തീ കുണ്ഠാരങ്ങൾ, തീ ഒരു വസ്തുവാണ്.
അത് നിങ്ങളുടെ ആരാധ്യനല്ല, ആരാധിക്കപ്പെടേണ്ടത് പടച്ചവനെയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയാം, ഒരാളുടെ മുഹിബാണ്, ഇഷ്ടപ്പെടുന്ന ആളാണ്, ആരാധ്യന എന്ന് പറയരുത്. ആ വാക്ക് ഇത്തിരി ഡേഞ്ചറാണ്. ആരാധന അള്ളാഹുവിനോടാണ്. അപ്പം അദ്ദേഹം പുണ്യനബി ഞങ്ങളുടെ കത്ത് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പിച്ച് ചീന്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആടുകളെ മേച്ച് നടക്കുന്ന അറബികൾ ഞങ്ങൾ പേർഷ്യക്കാർക്ക് മതം പഠിപ്പിക്കാൻ വന്നതാണോ? അപ്പം തങ്ങൾ അതറിഞ്ഞപ്പോൾ മദീനയിൽ വെച്ച് ദുആ ചെയ്തു, മസ്സഖല്ലാഹു മുൽക്കഹു, എൻ്റെ കൈപ്പടത്തിൽ ഞാൻ എഴുതി കൊടുത്ത ആ സ്നേഹത്തിൻ്റെ ക്ഷണം പിച്ച് ചീന്തിയതുപോലെ കിസ്രയുടെ അധികാരം അള്ളാഹു നീ പിച്ച് ചീന്തി അയാളുടെ കണ്ണ് തുറപ്പിക്കണമേ. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അവിടെ പുലർന്നു. പക്ഷേ ഇവർ പോരുമ്പോൾ മുപ്പർക്കൊരു കുഴപ്പമില്ല. മദീനയിലെത്തിയ അന്ന് തലേന്ന് രാത്രി മകൻ പിതാവിനെ വധിച്ചു കളഞ്ഞു. നിങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ആരെയാണ് ഈ അനുസരിക്കുന്നത്? ആർക്കാണ് നിങ്ങൾ ഈ പാദസേവ ചെയ്യുന്നത്? ഇവരാർക്കെങ്കിലും നിങ്ങളെ നാളെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിപത്ത് വന്നാൽ നീക്കിത്തരാൻ പറ്റുമോ? ഡോക്ടർമാരെന്താ പറയാ? ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയും. എന്തിനാണെന്നറിയോ? ചില കേസുകൾ അങ്ങനെയാണ്, പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടാറുണ്ട്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഹെൽപ്ലെസ്. പക്ഷേ പടച്ചവനെ മനസ്സിൽ ഒരുപക്ഷെ അള്ളാഹുവെന്നോ ഏതാ പടച്ചവന്റെ പേരെന്ന് പോലും അറിയില്ല, പ്രപഞ്ചത്തിന്റെ നാഥനായവനെ, നീ ആരോ ആവട്ടെ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഈ അസുഖത്തിൽ എൻ്റെ പിതാവിന് നീ ശിഫ കൊടുക്കണേ. ഒരാൾ ദുആ ചെയ്തു വിചാരിക്കുക. ഞാൻ അറിയുന്ന 2-3 ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് ഇങ്ങനെ, സ്വന്തം വീട്ടിലെ കുട്ടി, ഒരാളുടെ വാപ്പ, ഒരാൾക്ക് ഭാര്യ, വേണ്ടപ്പെട്ട ആളുകൾക്ക് അസുഖം വന്നിട്ട് ഡോക്ടർ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന ചെയ്തതിൻ്റെ പേരിലാണ് അത്ഭുതം സംഭവിച്ചു. അപ്പൊ പിന്നെ ആ പടച്ചവൻ ആരാണെന്ന് അന്വേഷണം തുടങ്ങി. മതങ്ങൾ മുഴുവൻ പഠിച്ചു, വേദങ്ങൾ മുഴുവൻ വായിച്ചു. വിശുദ്ധ ഇസ്ലാമിൻ്റെ മുറ്റത്തേക്കെത്തി. തോന്നി ഇവിടമാണ് ഞാൻ കണ്ട വെളിച്ചമെന്ന്. അങ്ങനെ അത് ചില ആളുകളൊക്കെ യൂറോപ്പ് വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ച കുറേയേറെ ആളുകൾ ഇതുപോലെയുള്ള അനുഭവങ്ങളുള്ളവരുണ്ട്. അവർക്കത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. فليتك تحلو الحياة مريرة وليتك ترضى والأنام غضاب وليت الذي بيني وبينك عامر وبيني وبين العالمين خراب إذا صح منك الود فالكل هين وكل الذي فوق التراب تراب. സ്നേഹമേ, ഞാനും എൻ്റെ പടച്ചവനും തമ്മിലുള്ള സ്നേഹം അങ്ങ് നിറകുടം പോലെ നിറയുകയും ആ സ്നേഹത്തിൻ്റെ പ്രഭയും സുഗന്ധവും ഒന്ന് പരക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞാനും മനുഷ്യർക്കിടയിൽ അതിനെ ചൊല്ലി എന്ത് പ്രശ്നമാണെങ്കിലും എനിക്ക് പ്രശ്നമല്ല. ഫലൈതക തഹലു വൽ ഹയാതു മരീറത്തുൻ. പടച്ചവനെ, നിന്നോടുള്ള സ്നേഹവും അനുരാഗവും പ്രേമവും മധുരിക്കുകയും എൻ്റെ ജീവിതം കൈപ്പേറിയതായി മാറുകയും ചെയ്താൽ എന്ത്? ഒന്നും പ്രശ്നമല്ല റബ്ബേ. ഇദാ സ്വഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹയ്യിനുൻ. ആ സ്നേഹം സത്യമാണെങ്കിൽ മറ്റെല്ലാം പിന്നെ നിസ്സാരമാണ്. വകുല്ലു ലദീ ഫൗഖത്തുറാബി തുറാബു. മണ്ണിൻ്റെ മുകളിലുള്ള കൊട്ടാരങ്ങളും വീടുകളും ഓഹരി വെക്കുമ്പോൾ അത് കിട്ടില്ല. അതാണ് പ്രശ്നമെങ്കിൽ, സമ്പത്ത് നഷ്ടപ്പെടുമെന്നാണ് വിഷയമെങ്കിൽ, കച്ചവടം നഷ്ടപ്പെടുമെന്നാണ് പേടിയെങ്കിൽ, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്തേ? ദിവ്യമായ അനുരാഗവും ദിവ്യമായ സ്നേഹവും അതിൻ്റെ പരിമളയിൽ അതിൻ്റെ സൗരഭ്യത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ പോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഈ ഒരു ലെവലിലേക്ക് മുഅ്മിൻ്റെ ഹൃദയം മാറിത്തുടങ്ങും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹൃദയങ്ങൾക്ക് അല്ലാഹു തആല ആ ഒരു ഈമാനിനെ മധുരിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ജല്ല ജലാലു
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിനെ നമ്മൾ മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് മഅരിഫത്ത് വേണം. 2, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് പറയുകയാണ്. 3, ആ പറഞ്ഞ ആശയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. 4, ആ ആശയത്തിന് വേണ്ടി ജീവിതം, നമ്മുടെ ശരീരം നമ്മൾ സമർപ്പിക്കുകയാണ്. ഇത് 4 ചെയ്യുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയോട് നമുക്ക് പ്രതിബദ്ധത കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളോടുള്ള സ്നേഹം, അത് തസ്ദീഖുഹു ഫീ കുല്ലി മാ ജാഅ ബി, ഹബീബ് കൊണ്ടുവന്നതെല്ലാം സത്യമാണെന്ന് ബോധിക്കണം. അപ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കൽപ്പന ചെയ്തത് മുഴുവനും അനുസരിക്കണം, അവിടുന്ന് നിരോധിച്ചത് ചെയ്യാതിരിക്കണം. പിന്നെ എൻ്റെ റസൂലാണ് എൻ്റെ ജീവിതത്തിൽ ആരാധനകളെ പഠിപ്പിച്ചു തന്നത്, ആ ആരാധനകളെ ജീവിതത്തിൽ ഞാൻ പുലർത്തിക്കൊണ്ടുപോരണം. ഇത് 3 ചെയ്യുമ്പോഴാണ് ഹബീബിനോടുള്ള പ്രതിബദ്ധതയാവുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളോട് 3, ലാ ഇലാഹ ഇല്ലല്ലാഹയോട് 4, ഇങ്ങനെ 7 കടപ്പാടുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ. നമ്മുടെ പരിപാടിക്ക് വേണ്ടി നമ്മുടെ സംഘാടകർ വരുന്നുണ്ടേ. നിങ്ങൾ എന്തെങ്കിലും വേദന വരുമ്പോൾ കരുതിയിട്ടുണ്ടാവും കയ്യിൽ. എന്നാലും അതിൽ നിന്ന് ഏറ്റവും നല്ലത് ഷാബാ മാസല്ലേ, അടുത്തൊരു ഷാബാല് നമ്മളങ്ങനെ ഇരിക്കാണ്ടാവും എന്നറിയില്ലല്ലോ. നല്ലത് കൊടുത്തേക്ക്. അള്ളാഹുദിന് പകരം തരും, അള്ളാഹുദിന് പകരം ബർക്കത്ത് തരും. നമ്മുടെ സഹചാരി സെൻറ്ററിന് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല സാമ്പത്തിക സഹായം വേണം. എല്ലാവരും സഹകരിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك, ഇല്ല നബിയെ, ഒരിക്കലുമില്ല, അങ്ങയുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം, ആ വ്യാമോഹം സാധ്യമല്ല. ലാ യുഅ്മിനൂൻ, ഈമാൻ പരിപൂർണമാവേണമെങ്കിൽ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്ന പരിഹാരങ്ങൾക്ക് എന്താണോ തിരുനബിയെ അങ്ങ് പരിഹാരം നിർദ്ദേശിക്കുന്നത്, ആ പരിഹാരം അവർ അംഗീകരിക്കുന്നത് വരെ അവരുടെ ഈമാൻ പരിപൂർണമല്ല. ഇസ്ലാമിൽ ഒരിക്കലും ഗീബത്തിന്റെ പരിഹാരമില്ല എന്നറിയണം. ഒരു മനുഷ്യന്റെ കുറ്റം പറയുന്ന പരിഹാരം ഇസ്ലാമിന്റെ പരിഹാരമല്ല, ആരും ചെയ്യാൻ പാടില്ല. നമീമത്തിന്റെ പരിഹാരം ഇസ്ലാമിലില്ല. വ്യഭിചാര ആരോപണത്തിന്റെ പരിഹാരം ഇസ്ലാമിലില്ല. ദുരാരോപണങ്ങളുടെ പരിഹാരമില്ല. അനീതിയുടെ പരിഹാരമില്ല. ബഹുമാനമില്ലായ്മയുടെ പരിഹാരം ദീനിലില്ല. ദീനിൻ്റേത് ക്ഷമയുടെ, പുറത്തു കൊടുക്കലിൻ്റെ, സഹനത്തിൻ്റെ, സഹിഷ്ണുതയുടെ, സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റേത്. അതാണ് പരിഹാരം. അതിന് വഴങ്ങാത്ത ഒരാളുടെയും ഈമാൻ പരിപൂർണമല്ല നബിയേ. ثم لا يجدوا في أنفسهم حرجا, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം പോലും വരാതെ അല്ലാഹും റസൂലും പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വായ അടക്കി പിടിക്കുന്നു. റബ്ബേ, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ ചിന്തിച്ചത്, ഞാൻ എഴുതി വെച്ചത്. മനസ്സുകൊണ്ട് പശ്ചാത്തപിക്കുകയും തങ്ങളുടെ ആ ഒരു പരിഹാരത്തിന് വിരുദ്ധമായി ഒരിറ്റുപോലും മനസ്സിൽ ഒരതൃപ്തിയും പ്രകടിപ്പിക്കാതെ
വയുസല്ലിമൂ തസ്ലീമാ. പരിപൂർണമായ സമർപ്പണം അല്ലാഹുവിൻ്റെ നിയമത്തിന് വേണ്ടി കൊടുക്കാത്ത കാലത്തോളം ഒരാളുടെയും ഈമാൻ പരിപൂർണമല്ല നബിയേ എന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയാണ്. അതുകൊണ്ട് നമ്മൾ അഹംഭാവത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ സ്വരങ്ങളൊന്നും പറയണ്ട. അൽ കിബ്രിയാ ഉരിദായി, അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. എൻ്റെ റസൂല് കൊണ്ടുവന്നതെല്ലാം, എൻ്റെ ഹബീബ് കൊണ്ടുവന്നതെല്ലാം എനിക്ക് മനസ്സിലായതും മനസ്സിലാവാത്തതും സത്യമാണ് എന്ന് ബോധിക്കുന്നതാണ് ഈമാൻ. ഇസ്രാ മിഅ്റാജ് മനസ്സുകൊണ്ട് ബോധിക്കാതെ ദീനിൽ നിന്ന് പുറത്തുപോയ ആളുകൾ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ സാധ്യമാണോ? മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്കുള്ള യാത്ര അത്ര സ്പീഡിൽ കഴിയുമോ? 7 ആകാശങ്ങളിൽ പോയി വരാൻ കഴിയുമോ ഒരു രാത്രി കൊണ്ട്? ഇത് അല്ലാഹുവിൻ്റെ കഴിവിലും റബ്ബിൻ്റെ ഖുദ്റത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കാവുന്നതാണ് എന്ന് ചിന്തിക്കാതെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വസ്തുതകളെ തള്ളിക്കളഞ്ഞ ഒരു വിഭാഗത്തെ ഖുർആൻ എക്സ്പോസ് ചെയ്യുകയുണ്ടായി. وما جعلنا الرؤيا التي أريناك إلا فتنة للناس والشجرة الملعونة في القرآن. ഷജറത്തു സഖൂം എന്ന് പറയുന്ന വൃക്ഷം നരകത്തിലെ വൃക്ഷമാണെന്ന് പറഞ്ഞപ്പോൾ നരകം എന്നത് തീയാണല്ലോ, തീയിൽ വൃക്ഷമോ എന്ന് ചോദിച്ച് ദീനിൽ നിന്ന് പിന്മാറിയവരും ചില വിരലെണ്ണാവുന്ന ആളുകൾ ആദ്യ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പരീക്ഷണമായിരുന്നു നബിയേ എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. എൻ്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ അനുസരിക്കുമോ? എൻ്റെ ഹബീബ് പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അവിടുന്ന് പറഞ്ഞ ചില ഹദീസുകളുടെ മാനങ്ങൾ നമുക്കൊരിക്കലും ഇന്നത്തെ സാഹചര്യങ്ങളിൽ, ഇന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളിൽ പോലും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായ ആശയങ്ങളുള്ളത് ഖിയാമത്തിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസുകളിൽ കാണാൻ കഴിയും. എന്നാലും ആമന്നാ വസദ്ദഖ്നാ ലതഫ്തഹുന്ന, നിങ്ങൾ കീഴടക്കും അൽ ഖുസ്തൻതീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ നിങ്ങൾ കീഴടക്കും, റൂമിയ, റോമാ നഗരവും, ഇറ്റലിയിൽ കിടക്കുന്ന റോമാ നഗരം. എപ്പോഴും എങ്ങനെ ഒന്നും നമുക്കറിയില്ല. ഹബീബിൻ്റെ സ്വഹാബിമാർ ആ ഹദീസ് കേട്ടു വിശ്വസിച്ചു. പുണ്യനബി തങ്ങൾ പറഞ്ഞു, നിഅമൽ അമീറു അമീറുഹും വനിഅമൽ ജയ്ഷു ജയ്ഷുഹും. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കിയുടെ തലസ്ഥാനമല്ല, പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ നഗരം ഇസ്തംബൂൾ, അതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ, ഖുസ്തൻതീനിയ. അവിടെയാണ് അബൂ അയ്യൂബ് അൽ അൻസ്വാരി തങ്ങളെന്ന തങ്ങൾ ഹിജറ വന്നപ്പോൾ തങ്ങളെ പാർപ്പിച്ച വീട്ടുകാരനായ സ്വഹാബി അന്ത്യവിഷമം കൊള്ളുന്ന തുർക്കിയിലാണ്. അവിടത്തേക്ക് ഒരു ധർമ്മസമരത്തിന് പോയി അവിടെ അവിടെ വഫാത്തായി, യുദ്ധത്തിലെത്തും മുമ്പ് വഫാത്തായി അബൂ അയ്യൂബ് അൽ അൻസ്വാരി തങ്ങൾ. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, മഹാനവറുടെ മഖാമുണ്ട് അവിടെ. ആ മഖാമിൻ്റെ നേരെ ഒരു കുന്നാണ്, ആ കുന്നിൻ്റെ ഒരു കേബിൾ കാറൊക്കെ ഉണ്ട് പോകാൻ. ആ കുന്നിൻ്റെ മുകളിൽ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഷെയ്ഖുണ്ട്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ മഖാമുണ്ട് അവിടെ. വേറെ ഒരുപാട് മഹാന്മാരുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്ന സൈന്യം ഏറ്റവും നല്ല സൈന്യമാണ്, അവരുടെ കമാൻഡർ ഏറ്റവും നല്ല കമാൻഡറാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, റൂമിയ, റോമാ നഗരവും ഇസ്ലാം അംഗീകരിക്കുന്നൊരു സംവിധാനത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ അത് വലിയ സംഭവമല്ല, കോൺട്രവേഴ്ഷ്യലാക്കും. പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ റോമാ നഗരം പിടിക്കാൻ പോവാണ്. എൻ്റെ റസൂൽ അത് പറഞ്ഞു, ഞാനത് വിശ്വസിച്ചു. എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എനിക്കറിയില്ല. എൻ്റെ റസൂൽ അത് പറഞ്ഞതാണ്. അപ്പോൾ സ്വഹാബി ചോദിച്ചു, നബിയെ, കോൺസ്റ്റാന്റിനോപ്പിളാണോ ആദ്യം, അതല്ല റോമാ നഗരമാണോ? തങ്ങൾ പറഞ്ഞു, കോൺസ്റ്റാന്റിനോപ്പിളായിരിക്കും ആദ്യം ജയിച്ചടക്കുക. തങ്ങളത് പറഞ്ഞ് 800 കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആ സൈന്യത്തിൻ്റെ അമീർ എന്ന നബി തങ്ങൾ, നിഅമൽ അമീറു അമീറുഹും, മഹാനായ മുഹമ്മദുൽ ഫാത്തിഹ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നത്. ആ മഹാന്റെ മഖാമിൻ്റെ മുമ്പിൽ നിഅമൽ ജയ്ഷു ജയ്ഷുഹും വൽ അമീറു അമീറുഹും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആ മഹാനെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ മഹാന്റെ മഖാമിൻ്റെ മുമ്പിൽ ഈ ഹദീത്തുണ്ട്. അവിടെ ഈ സംഭവം നടന്നത്
തങ്ങളിത് പറഞ്ഞിട്ട് 800 കൊല്ലം കഴിഞ്ഞിട്ട്. 800 കൊല്ലം. ഇനി ഒരു 800 കൂടെ ആകുമ്പോൾ അവിടെ മുതൽ ഒരു 800 കഴിഞ്ഞിട്ടാണോ 1600 കഴിഞ്ഞിട്ടാണോ നമുക്കറിയില്ല. റൂമിയ ദീനിൻ്റെ പരിമളം വീശുന്ന നഗരിയായി മാറുമെന്നാണ്. മുസ്ലിം മുഅ്മിൻ ഹബീബിൻ്റെ ഹദീസിനെ നമ്മളത് വിശ്വസിച്ചു. ഒരു വാഹനം വഴിമാറി കൊടുക്കണേ. വാഗണറാണോ? KL 57F 9141 ഇവിടെ വഴി ബ്ലോക്കായിട്ടുണ്ട്. ഒരു വൈറ്റ് സുസുക്കി വണ്ടിയാണ്. ഒന്ന് മാറ്റി കൊടുക്കണേ. എൻ്റെ ഹബീബ് പറഞ്ഞത് സത്യമായി പുലരും എന്ന് വിശ്വസിക്കണമെന്നാണ്. അത് ഈമാനിൻ്റെ ഭാഗമാണ്. മനസ്സിലായോ ഇല്ല അത് വേറെ വിഷയം. മനസ്സിലായോ ഇല്ലയോ എന്നത് വേറെയാണ്. എൻ്റെ റസൂലിനെയും എൻ്റെ അള്ളാഹുവിനെയും ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഒരു രസകരമായ സംഭവമുണ്ട്. അതൊരു തമാശയായിട്ട് കൂട്ടിയാൽ മതി. സഹാബികളുടെ കാലത്ത് നടന്നതാണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു മുഅ്ത യുദ്ധത്തിലെ ഷഹീദാണ്. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമുള്ളത് ജോർഡാനിലെ അമ്മാനിൽ നിന്നൊരു 200 കിലോമീറ്റർ അപ്പുറത്ത് കറഖ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് ജാഫർ തങ്ങൾ, അബ്ദുല്ലാഹിബ്നു റവാഹ തങ്ങൾ, പിന്നൊരു സഹാബിയും കൂടെ. ആരായിരുന്നു അത്? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ, സെയ്ദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു, തങ്ങളുടെ പോറ്റുപുത്രൻ എന്ന് പറഞ്ഞ സെയ്ദ് ഇബ്നു ഹാരിഥ. ഈ 3 സഹാബിമാർ ഒരു പള്ളിൻ്റെ പരിസരത്താണ്. ഈ അബ്ദുല്ലാഹി റവാഹ തങ്ങൾ കവിയായിരുന്നു. പുണ്യനബിയെ പറ്റി മദ്ഹ് പറഞ്ഞ കവിയാണ്. ആ മഖാമിനൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ എനിക്ക് വിശ്വാസമാണ്. ആ മഖാമിന് അവിടുത്തെ ജോർഡാനികൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ആ മഖാമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു പ്രത്യേകമായ സുഗന്ധം ഈ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമിനുണ്ട്. ആ പള്ളിക്ക് ഒരു പള്ളി പോലെ ഒരു മഖാം, അതിന് ചുറ്റും നമ്മുടെ ജൈത്തൂനിൻ്റെ വൃക്ഷങ്ങൾ കുറേ ഉണ്ട്. എന്താ നമ്മൾ പറയാം, ഒലീവിൻ്റെ ജൈത്തൂൻ കായ എന്ന് പറയില്ലേ, ജൈത്തൂൻ്റെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മലയാളികളൊക്കെ ചെല്ലുമ്പോൾ ജൈത്തൂൻ കായ ആദ്യം കാണുമ്പോൾ അവിടെ ആയിരിക്കും. ജോർഡാൻ ഫലസ്തീൻ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ജോർഡാനിൽ ഇറങ്ങി പിന്നെ ഫലസ്തീനിൽ പോയി പിന്നെ ഈജിപ്തിൽ പോയി അങ്ങനെ ഒരു റൗണ്ട് അടിക്കലാണല്ലോ. അവിടെ പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അബ്ദുല്ലാഹിബ്നു റവാഹ തങ്ങളുടെ മഖാമിനൊരു പ്രത്യേക സുഗന്ധമുണ്ട്. അത് ആരോടെ കൊണ്ടുപോയി സെൻറ്റ് വരുന്നതല്ല, ഒരു പ്രത്യേക സുഗന്ധമാണ്. ഹബീബിൻ്റെ ഷാഇറായിരുന്നു മഹാനവറുകൾ, മുഅ്തയിലെ ഷഹീദാണ്. ആ സുഗന്ധം അനുഭവിക്കാൻ കഴിഞ്ഞവർ കുറേ ആൾക്കാർ വേറെ ഉണ്ടാവും. മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ തങ്ങൾ, അദ്ദേഹമാണ് ഇതിലെ കഥാപുരുഷൻ. അദ്ദേഹം ഒരു തമാശ പറഞ്ഞതാണ്. കല്യാണം കഴിച്ചു. മദീനക്കാരിയായ ഒരു അൻസ്വാരിയത്തായ പെണ്ണിനെ കല്യാണം കഴിച്ചു. അങ്ങനെ പുതിയാപ്പിള അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അടിമസ്ത്രീ ഉണ്ടായിരുന്നു. അന്ന് അടിമസ്ത്രീകളും അടിമകളും നിലനിൽക്കുന്നൊരു കാലമാണ്. പുണ്യനബി തങ്ങൾ വരുന്നതിൻ്റെയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അടിമ സമ്പ്രദായമുണ്ട് അവിടെ. ആ സിസ്റ്റം ഇസ്ലാം ക്രമേണ ഇല്ലായ്മ ചെയ്ത ഒരു സംഭവമാണ്. എല്ലാറ്റിനും അടിമമോചനം, എല്ലാ പ്രായശ്ചിത്തവും അടിമമോചനം, അടിമകളെ മോചിപ്പിക്കുക, അങ്ങനെ ചെയ്ത് ഇല്ലായ്മ ചെയ്തതാണ്. പക്ഷെ അന്ന് ഒരു നിയമപ്രകാരം തൻ്റെ കീഴിലുള്ള ഒരു അടിമ സ്ത്രീയെ ശാരീരികമായി ഹലാലായി ബന്ധപ്പെടാൻ ദീനിൽ അനുമതിയുണ്ടായിരുന്നു. പക്ഷെ അതിൽ കുട്ടി ജനിക്കുന്നതോടുകൂടെ ആ പെണ്ണ് സ്വതന്ത്രയായി മാറുകയും ചെയ്യും. അപ്പോൾ പലരും അങ്ങനെ ഒരു തൻ്റെ സയ്യിദുമായി അല്ലെങ്കിൽ തൻ്റെ യജമാനനുമായി ഒരു ശാരീരിക ബന്ധം ഉണ്ടായി എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ഞാൻ അടിമയല്ലാതെ രക്ഷപ്പെടുമല്ലോ എന്നാഗ്രഹിച്ച് നടക്കുന്ന കാലവുമാണത്. അങ്ങനെ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഭാര്യ കടന്നു വരുമ്പോൾ മഹാനവറുകളുടെ കൂടെ ഈ അടിമപ്പെണ്ണ് കിടക്കുന്നത് ഈ അൻസ്വാരിയത്തായ പെണ്ണ് കണ്ടു. അപ്പം ഭയങ്കര പ്രശ്നമാക്കുമല്ലോ. അപ്പം മഹാനവറുകൾ എന്താ അപ്പം പറയാ? പെണ്ണ് ചോദിച്ചു, ലഖദ് റഅയ്തുക്, ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞില്ല, നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ജനാബത്തുള്ള ഒരാൾ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് എനിക്കറിയാം. ജനാബത്ത് കുളിക്കാതെ ജനാബത്തുള്ള ഒരു മനുഷ്യൻ ഖുർആൻ ഓതാൻ പാടില്ല. നിങ്ങൾ ഖുർആൻ ഒന്ന് ഓദിക്കുക, ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം ജനാബത്തുകാരനാണ് എന്ന് പെണ്ണിനറിയാം.
അപ്പം ഇല്ലയെന്ന് പറഞ്ഞും ചെയ്തു, ഞങ്ങൾ ഖുർആൻ ഓതിക്കട്ടെ എന്ന് പറഞ്ഞു. ഷഹിദ്തു ഷഹാദതൻ ലാ റൈബ ഫീഹാ ബിഅന്ന അല്ലാഹ ലൈസ ലഹു ശരീകു വഅന്ന മുഹമ്മദൻ അബ്ദുൻ റസൂൽ